ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ ബ്ലോഗിൽ ഞങ്ങൾ മാംഗ്ലൂരുള്ള പീലിക്കുള്ള ബയോളജിക്കൽ പാർക്കിലേക്ക് വന്നിട്ടുള്ളതാണ്. മുമ്പ് ഞങ്ങൾ വന്നിട്ടുണ്ട്, അതിൻ്റെ ബ്ലോഗൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ റാഷിൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. ഞങ്ങൾ കിഡ്സൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. വരുമ്പോൾ തന്നെ ആനിമൽസിനൊക്കെ കാണാൻ പോകുമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എല്ലാവരും. പാത്തു ആണെങ്കിലും സെന്നു ആണെങ്കിലും ആദം ഇവാൻ എല്ലാവരും. ഇപ്പോൾ എല്ലാവരും പിള്ളേർ കാർട്ടൂണൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ആനിമൽസിനൊക്കെ ഇഷ്ടപ്പെടുന്നൊരു ടൈമല്ലേ. അപ്പോൾ എന്തായാലും പാമ്പിൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് അവർക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ വർഷമല്ല അതിന് മുമ്പത്തെ വർഷമാണെന്ന് തോന്നുന്നുണ്ട്, എൻ്റെ വീട്ടിൽ നിന്ന് അനിയ നാട്ടിൽ വന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടത്രയും അനിമൽസൊന്നും ഇപ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ കുറേ അനിമൽസ് കുറേ ഇതൊക്കെ കാലിയായിരുന്നു. ഇനി ഇതിപ്പോൾ പാമ്പിൻ്റെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് പോയ സമയത്താണെങ്കിൽ മറ്റ് അനിമൽസ്, ഇപ്പോൾ കാട്ടിലിരിക്കേണ്ട അനിമൽസ് ഉണ്ടാവുമല്ലോ, ടൈഗർ, ചീറ്റ, അതൊക്കെ കണ്ടിട്ടേ ഇല്ല ഞങ്ങൾ. ലയനാണെങ്കിൽ ദൂരെ നിന്ന് കണ്ടു. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല, മുമ്പ് എല്ലാത്തിനെയും കണ്ടിരുന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ വന്നതിൽ കുറച്ച് നടന്നിട്ടാണ് എല്ലാം. കുറേ നടക്കാനുണ്ടായിരുന്നെങ്കിലും അനിമൽസിന് അത്ര കണ്ടിട്ടില്ല. മാനിൻ്റെ ഭാഗത്ത് കുറേ മാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ പിള്ളേരിങ്ങനെ ചോദിക്കുന്നുണ്ട്, ചീറ്റ എടുത്തു, ലയൻ എടുത്തു. ഓർക്ക് കാണുന്നില്ല, ലയനാണെങ്കിൽ കുറേ ദൂരമായിരുന്നു ഉണ്ടായത്. അപ്പോൾ എന്തായാലും ഇത് ഞങ്ങൾ എൻജോയ് ചെയ്ത് ഈ വന്നതും നടന്നതൊക്കെ. പക്ഷെ അത്ര അനിമൽസിനെ നമ്മളത്ര കണ്ടിട്ടില്ല. ഞങ്ങളിതിപ്പോൾ റാഷിൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ല, ഇത് ഉമ്മ, ബ്രദറിൻ്റെ വൈഫ്, മക്കൾ എല്ലായിട്ടാണ്, ഞങ്ങൾ മക്കളും അവരുടെ മക്കളെല്ലായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇത് നമ്മൾ നോമ്പിനൊക്കെ മുമ്പ് പോയ ഇതാണ് കേട്ടോ. ഞാൻ എഡിറ്റൊക്കെ ചെയ്ത് ഇപ്പോൾ ഇടുന്നതേ ഉള്ളൂ, കുറേ ലേറ്റായി. എന്തായാലും പിള്ളേർ ഹാപ്പി ആയിരുന്നു. അവർക്ക് നടന്നെല്ലാം കാണാൻ എൻജോയ് ആക്കാൻ അവർക്ക് ഇഷ്ടമാണ്. പക്ഷേ ഈ സ്ഥലവും നല്ല രസമായിരുന്നു കേട്ടോ. ഈ ഒരു കാടാണെങ്കിലും എല്ലാം നല്ലൊരു എന്താ പറയുക, നല്ല കാമായിരുന്നു. പിന്നെ അത്ര വെയിലുള്ള സമയമാണെങ്കിലും അത്ര നമുക്ക് വെയിൽ കൊള്ളത്തില്ല, നല്ല കാടായതുകൊണ്ട് തണലായിരുന്നു. കുറേ നാളിന് ശേഷം ഇടുന്നൊരു വ്ളോഗാണ് കേട്ടോ ഇത്. ഞാൻ അബീൻ്റെ കല്യാണത്തിൻ്റെ ആ ഒരു വീഡിയോസും അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ തിരക്ക് തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അങ്ങനെ വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഉണ്ടായിരുന്നപ്പോൾ ഇതുമല്ലേ എഡിറ്റ് ചെയ്യാനുള്ള മടിയും ഉണ്ടായിരുന്നാലും ഇതുമല്ലേ എഡിറ്റ് ചെയ്തിടാമെന്ന് വിചാരിച്ച്. പിന്നെ ഓസ്ട്രിച്ച് അതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ, ഓസ്ട്രിച്ചും. പിന്നെ പിള്ളേർ കുറേ മാനൊക്കെ കണ്ടപ്പോൾ എൻജോയ് ആക്കി. പിന്നെ മുതല അതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അവിടെ നോക്കിയിട്ട് എൻജോയ് ആക്കിയായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ ഇറങ്ങാനുള്ള സമയത്തായിരുന്നു കേട്ടോ കരടി, മങ്കിയെല്ലാം ഉണ്ടായത്. അപ്പോൾ അതും കണ്ടിട്ടുണ്ട്, അതെല്ലാം പിള്ളേർ കണ്ടിട്ടുണ്ട്. എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വന്നിട്ടുള്ളത് മാളിലേക്കായിരുന്നു. ഇവിടെ മെയിനായിട്ട് ഗെയിംസ് കളിക്കാനായിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. പിള്ളേർ ഓർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കാർഡൊക്കെ എടുത്തിട്ട് പിള്ളേരെ ഗെയിംസ് കളിക്കാനായിട്ട് കൊണ്ടുവന്ന്. പാത്തുവാണെങ്കിൽ ഒരു 3Dയിൽ കാണാനായിട്ട് വന്ന്. അപ്പോൾ ഇത് സെനുവിന് അലൗഡ് ആയിരുന്നില്ല കേട്ടോ, ഏജ് ലിമിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫാത്തിമ ഓക്കെ ആയിരുന്നു. അപ്പോൾ സെനുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ചിലപ്പോൾ സെനു പേടിക്കുമായിരുന്നു കേട്ടോ. അവൻ്റെ ഒരു പ്രായം വെച്ച് നോക്കിയെങ്കിൽ അവൻ അതിൻ്റെ ആയിട്ടില്ല. ആ സമയത്ത് നമ്മൾ ചെറിയ പിള്ളേർ ഇവാനും ആദമാണെങ്കിൽ ഇങ്ങനെ പാത്തുവിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഓർക്ക് ഇതെന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇവന് പാത്തു ഇതൊക്കെ കണ്ണിലൊക്കെ വെച്ചിട്ടുള്ളതുകൊണ്ട് ഓരിങ്ങനെ അത് നോക്കുന്നുണ്ട്. പിന്നെ ഓരോ കുറച്ച് കുഞ്ഞ് പിള്ളേരെ ഗെയിംസിലിരുത്തി. പിന്നെ ഓർക്ക് വേണ്ട ഗെയിം ഓരെന്നെ സെലക്ട് ചെയ്യുന്നുണ്ട്, ഇത് വേണമെന്ന് പറഞ്ഞാൽ അതിലിരുത്തുന്നു.
ഞങ്ങളങ്ങനെ നല്ലോണം എൻജോയ് ചെയ്തിട്ടാ. പിള്ളേരാണെങ്കിലും ഞങ്ങളാണെങ്കിലും എല്ലാം നല്ല എൻജോയ് ചെയ്തു. കുറേ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്ത്. എന്തായാലും വരുമ്പോഴേ പറഞ്ഞായിരുന്നു ഗെയിംസിലൊക്കെ കൊണ്ടുപോകുന്നത്. കാരണം ഓരോ ഏറ്റവും എൻജോയ് ആക്കുന്നത് ഇവിടെയാണ്. ഇപ്പോൾ എന്തായാലും ചെറിയ പിള്ളേരാണെങ്കിലും വലിയ പിള്ളേരാണെങ്കിലും 4 ആൾക്കാരും നല്ലോണം എൻജോയ് ചെയ്തു. പിന്നെ മാംഗ്ലൂർ വന്നപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാംഗ്ലൂർ ഇവിടെ പീലിക്കുള്ള ബയോളജിക്കൽ പാർക്കിൽ പോയപ്പോഴും ഈ ഒരു മാളിൽ വന്നപ്പോഴൊക്കെ ഒരുപാട് പേര് വന്ന് സംസാരിച്ചായിരുന്നു കേട്ടോ. വ്ളോഗ്സൊക്കെ കാണാറുണ്ട്, റീലൊക്കെ കാണാറുണ്ട് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായി. പിന്നെ നമ്മൾ പിള്ളേരെ കണ്ടിട്ടാണെങ്കിൽ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്, ഓരോ പേരും എല്ലാം വെച്ച് ചോദിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. എന്തായാലും പിള്ളേരെ ഗെയിമും എല്ലാം കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നു. മാളിനകത്ത് തന്നെയാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ ഓരോ ഔട്ട്ലെറ്റിൽ പോയിട്ട് നമുക്ക് വേണ്ട ഓരോരോ ഫുഡ് ഐറ്റം എടുത്തതാണ്. പിന്നെ എല്ലാവർക്കും ഇഷ്ടം ഇതൊക്കെയാണ്, പിസ്സ, ബർഗർ, ഫ്രൈഡ് ചിക്കനൊക്കെയാണ്, പിള്ളേർക്കാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും. അപ്പോൾ എന്തായാലും ഓരോരുത്തന്നായിട്ട് ഓരോന്നും എടുത്തതാണ് കേട്ടോ. ഡ്രിങ്ക്സ് ആണെങ്കിലും എല്ലാം അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഫാമിലി ആയിട്ടുള്ള ഇങ്ങനെ ഔട്ടിങ്ങൊക്കെ ഭയങ്കര രസം തന്നെയാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് നമ്മളിവിടെ മാളിൻ്റെ അകത്ത് തന്നെ ഐസ്ക്രീം ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ഐസ്ക്രീം എടുക്കാനായിട്ട് വന്ന്. ഇപ്പോൾ എല്ലാ ഫ്ലേവറൊന്നും ഇല്ല കേട്ടോ അവരുടെ അടുത്ത് ഇപ്പോൾ ഉള്ളത്. നമ്മളിത് എടുക്കുന്നുണ്ട്. ജെന്നുവാണെങ്കിൽ ഓറിയോ ഒക്കെ അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുള്ള ഏതാണ് എടുത്തത്. പാത്തു ആണെങ്കിൽ അങ്ങനെ തന്നെയാണ് എടുത്തത്. മാനുവാണെങ്കിൽ അങ്ങനെ തന്നെയാണ് എടുത്തത്. ഞങ്ങളൊക്കെ പ്ലെയിൻ ആയിട്ടുള്ളതാണ് എടുത്തത്. എന്തായാലും അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാണ്. നമ്മൾ എൻജോയ് ആക്കി തിരിച്ച് വന്ന്. എന്തായാലും അത്രയ്ക്കാണ് വീഡിയോ കേട്ടോ. ഞാനൊരു മെമ്മറിക്ക് വേണ്ടിയിട്ട് അത് അവിടെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എഡിറ്റ് ചെയ്ത് ഇടുന്നത്. നമുക്കവിടെ പിള്ളേർ പോയതും എല്ലാം പിന്നെ അവർക്ക് കാണുമ്പോൾ രസമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. എന്തായാലും വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.